നെയ്മർ അയാളെ മനസ്സാവരിച്ചവരും അയാൾക്കായി ജീവിക്കുന്നവരും അയാളായി ജീവിക്കുന്നവരും ഇന്നോളം കാത്തിരുന്നത് ബ്രസീലിയൻ ജേഴ്സിയിലേക്കുള്ള അയാളുടെ തിരിച്ചുവരവ് ഒന്ന് മാത്രമാണ്. എന്നാൽ ഇന്ന് വീണ്ടും ശാപം പിടിച്ച പരിക്കിലേക്ക് തള്ളിയിട്ട് വിധി വീണ്ടും പരീക്ഷിക്കുന്നു. പാരീസ് വീണ്ടും ചാമ്പ്യൻസ് ലീഗിൻ്റെ നെറുകയിൽ കിരീടമുയർത്തി നിൽക്കുന്ന രാത്രിയാണ് പിന്നിട്ടത്. എന്നാൽ എൻ്റെ മനസ്സിപ്പോഴും ചാമ്പ്യൻസ് ലീഗിൻ്റെ വേദിയിൽ ബയേണുമായി പോരടിക്കുക തന്നെയാണ്. പാർക്ക്ലെസ് പ്രിൻസസ് മ്യൂസിയത്തിലേക്ക് ഈ കിരീടത്തെ ഒന്ന് എത്തിക്കുവാനായി ഖലീഫി അണിയറിലെടുത്ത തീരുമാനമായിരുന്നു അന്നത്തെ റെക്കോർഡ് മാർക്കറ്റ് പ്രൈസിന് ബാഴ്സയിൽ നിന്നും ടീമിലേക്ക് എത്തിക്കുന്നത്. നെയ്മർ, എംബാപ്പെ, ഡിമരിയ അങ്ങനെ തുടങ്ങുന്ന PSG പാരീസുകാർക്ക് അത് നൽകിയത് ചാമ്പ്യൻസ് ലീഗ് വരെ സ്വപ്നം കാണാനുള്ള അവസരമായിരുന്നു. കൂടെ പരിക്കുകൾ അതിജീവിച്ച നെയ്മർ വെർഷനുകളിൽ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ ആടിത്തീർത്തതും ആ കുപ്പായത്തിൽ തന്നെയായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ അറ്റ്ലാന്റിക്കെതിരെ പിറന്ന 16 സക്സസ്ഫുൾ ട്രിബിളുകൾ അക്കാലത്തായിരുന്നു. നെയ്മർ സാമ്പാ നൃത്തത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന നേരം ബെൻഫിക്കയിലെ എസ്റ്റാഡിയോയിലേക്ക് നെയ്മർ പാരീസിനെ കൈപിടിച്ചെത്തിക്കുന്നത് വല്ലാത്തൊരാനന്ദമായിരുന്നു. അന്നേ വരെ അയാളെ അത്രയേറെ സന്തോഷത്തോടെ ഞാൻ മുൻപ് അനുഭവിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ നിറഞ്ഞു കളിച്ചിട്ടും ഫൈനലിലന്ന് നെയ്മറിൻ്റെ പന്താട്ടത്തെ തോൽപ്പിച്ചത് പരിക്കായിരുന്നില്ല, മറിച്ച് മാനുവൽ ന്യൂയറായിരുന്നു. കോമൻ്റെ ഔരേകപക്ഷീയമായ ഗോളിൽ കലാശിച്ച കളിയിൽ ഉടനീളം നെയ്മർ ബയേൻ്റെ രക്തോട്ടം കൂട്ടിയിരുന്നുവെങ്കിലും അന്ന് അയാളുടെ പരാജയമായിരുന്നു ഈ ലോകം സാക്ഷിയായത്. ഇന്നും കലങ്ങിയ കണ്ണുകളുമായി നീറി വീങ്ങിപ്പൊട്ടിയിരിക്കുന്ന ചിത്രം എൻ്റെ ഹൃദയത്തിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. ഇന്നോളം ഞാൻ കണ്ട നെയ്മർ കരിയറിലെ ഏറ്റവും കൂടുതൽ ത്രില്ലഡും എക്സൈറ്റഡുമായ നെയ്മർ ജീവിക്കുന്നത് അവിടെയാണ്. ആ വർഷം തന്നെയാണ് കോപ്പ അമേരിക്കയുടെ ഫൈനൽ വേദിയിലെ രാത്രിയിൽ അർജന്റീനയുടെ രക്തത്തിൻ്റെ ബോയിലിംഗ് പോയിന്റുകളെപ്പോലും വിറങ്ങലിപ്പിച്ചതും. പക്ഷേ അവിടെയും കണ്ണീരണിഞ്ഞാണ് മടക്കം. ആ PSG യുഗം ആസ്വാദനത്തിൻ്റെ നെറുകയിൽ നിൽക്കെ അതിലേക്ക് പിന്നീട് വന്നു ചേർന്നതെല്ലാം അയാളുടെ പേരിന് വീണ്ടും നിരാശയിലേക്കും നിഴലിലേക്കും തള്ളിയിട്ടു. പിന്നീട് ഒരിക്കലും അയാളെന്ന മാന്ത്രിക നർത്തകനെ ഞാൻ കണ്ടിട്ടുമില്ല. കരിയറിൽ 3 വർഷത്തോളം പുറത്തിരിക്കേണ്ടി വന്നൊരു കളിക്കാരൻ. കഴിഞ്ഞ കാല തിരശ്ശീലയിൽ പക്ഷേ തീർത്ത കാൽപന്താട്ടത്തിൻ്റെ ഋതം ഈ കാൽപന്ത് ലോകത്തിന് മുഴുവൻ അവസാനിക്കാത്ത ലഹരി സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ പരിക്കുകൾ വേട്ടയാടാത്തൊരു നെയ്മർ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അയാൾക്ക് മുകളിൽ മറ്റൊരു നാമം ഉണ്ടായിരിക്കുമോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാരീസിലെ കഴിഞ്ഞ രാത്രിയിലെ ആഘോഷത്തിൽ അയാളുടെ മനസ്സും ഏറെ സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ പണ്ട് പാരീസിൽ കണ്ട അതിശയ ഐതിഹാസിക നെയ്മറൊന്നുമല്ല അയാൾ. വേൾഡ് കപ്പ് കളിക്കാൻ ഒരുങ്ങും മുന്നേ പരിക്കയാളെ വീണ്ടും പരീക്ഷിക്കുന്നത് കാണാം. സാരമായ പരിക്കാണെന്നും വേൾഡ് കപ്പിൽ നെയ്മർ താളമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുമ്പോഴും വീണ് പോകരുതെന്നാണ് പ്രാർത്ഥന, വീഴാതെ കാക്കണമെന്നാണ് നേർച്ച. ഒടുക്കം സ്വർണ്ണാരുടനായി 6ാം തമ്പുരാനായി മടങ്ങണമെന്നാണ് മോഹം. അത് മിശിഹയും അല്ലാഹും വിഷ്ണുവും ഉണ്ടെങ്കിൽ ആ ഒരു വരം മാത്രം ഞങ്ങൾക്ക് വേണം. അയാളെ മനസ്സാവരിച്ച ജനതയുടെ, അയാളായി ജീവിക്കുന്ന ഒരു തലമുറയുടെയും അടങ്ങാത്ത അഭിലാഷമാണത്, ഒടുങ്ങാത്ത പ്രാർത്ഥനയും. Neymar into Neymar, could be a chance here, goes for the return, it's